കന്യാകുമാരിയിൽ മാധ്യമപ്രവർത്തകരുടെ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് പണം തട്ടുന്ന ഒരു സംഘം പിടിയിലായി. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്വർണ്ണപ്പണയ സ്ഥാപന ഉടമയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് 8 പേർ പോലീസിന്റെ പിടിയിലായി പോയത്. കേരള രജിസ്ട്രേഷനിലുള്ള ആഡംബര കാറും നിരവധി ID കാർഡുകളും പോലീസ് കണ്ടെത്തി. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, പാളയത്തിൽ പടയോ? പറയൂ. അങ്ങനെയാണ്. ഈ കന്യാകുമാരി ജില്ലയിലെ പുതുക്കടയിലാണ് ഈ സംഭവം നടക്കുന്നത്. പുതുക്കടയിലെ ഒരു സ്വർണ്ണക്കട ഉടമയെ, സ്വർണ്ണ സ്ഥാപന ഉടമയെ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോഴാണ് ഈ സംഘം പോലീസിന്റെ പിടിയിലായത്. ഈ സംഘത്തിൽ 8 പേരാണ് ഉള്ളത്. ഇവർ മാധ്യമപ്രവർത്തകരുടെ, ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മാഗസീന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞ്, അവിടുത്തെ ജീവനക്കാരാണെന്ന് പറഞ്ഞാണ് ID കാർഡ് വ്യാജമായി തയ്യാറാക്കിക്കൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ എത്തിയത്. ഈ സ്വർണ്ണക്കട സ്ഥാപനത്തിൽ തട്ടിപ്പ്, അവിടുത്തെ ക്രമക്കേട് ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഉടമയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഈ പുതുക്കട പോലീസ് മഫ്തിയിൽ അവിടെ എത്തി ഇവരെ പിടികൂടിയത്. ഇവരുടെ ഒരു സ്ഥിരം രീതി എന്ന് പറയുന്നത് ഈ അവിടുത്തെ ടാസ്മാക്, അതായത് തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള അവിടുത്തെ മദ്യം വിൽക്കുന്ന ഷോപ്പുകളിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതാണ് ഇവരുടെ ഒരു സ്ഥിരം രീതി. അവിടെ വൃത്തിയില്ലായ്മ ഉണ്ടെന്നും പറഞ്ഞു, ഒപ്പം തന്നെ ഈ മദ്യം വില കൂടി വിൽക്കുന്നുവൊക്കെ പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി ഇത് വാർത്തയാക്കുമെന്നുമൊക്കെ പറഞ്ഞാണ് ഇവർ പണം തട്ടിയിരുന്നത്. ഇത് അവരുടെ ഒരു സ്ഥിരം രീതിയായിരുന്നു. ഇവരുടെ പക്കലിൽ നിന്ന് ഒരു കേരള രജിസ്ട്രേഷനുള്ള ഒരു കാറും അതേപോലെ തന്നെ നിരവധി ID കാർഡുകളും, വ്യാജ ID കാർഡുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്.